രാജു പി നായർ, ഈ നേമം, കഴക്കൂട്ടം, വട്ടിയൂർക്ക, വാറ്റിങ്ങൽ, കാട്ടാക്കട, തൃശൂർ, ഒല്ലൂർ, നാട്ടിക, ഇരിങ്ങാലക്കുട, പുതുക്കാട്, മണലൂർ, ഇതിവിടെയൊക്കെ 11 മണ്ഡലം ഇടതിൻ്റെ മണ്ഡലങ്ങളാണ്. അതിൽ 3 മന്ത്രിമണ്ഡലങ്ങളാണ്. അവിടെ ഇടതുപക്ഷത്തിന് പണി കൊടുക്കാൻ നിങ്ങൾ ബി.ജെ.പിക്ക് വോട്ട് മറിച്ചു കൊടുത്തു. അതാണ് ആരോപണം, രാജു പി നായർ. അതാണല്ലോ ഇ.പി. ജയരാജനും പ്രകാശ് ജാവ്ദേക്കറും സംസാരിച്ചത്. വി.ഡി. സതീശൻ പറഞ്ഞിട്ടാണ് ഇ.പി. ജയരാജനും ജാവ്ദേക്കറും കൂടി സംസാരിച്ചതെന്ന് പറഞ്ഞാൽ വസീഫ് പറയുന്നത് നമുക്ക് ചർച്ചക്കെടുക്കാം. എന്തിനാണ് ഇ.പി. ജയരാജനും പ്രകാശ് ജാവ്ദേക്കറും കൂടി സംസാരിച്ചത്? ഈ വി.ഡി. സതീശൻ പറഞ്ഞിട്ടാണോ എന്ന് വസീഫ് ഒന്ന് പറ. അങ്ങനെയാണെങ്കിൽ ഇ.പി. ജയരാജൻ ഇപ്പൊ വി.ഡി. സതീശന്റെ ഗ്രൂപ്പാണോ? അതുകൂടി ഒന്ന് പറയൂ. എന്നിട്ടാവട്ടെ ഈ ആൾക്കാരെ ഇങ്ങനെയൊക്കെ ചെറുതാക്കുന്ന ഇത്തരത്തിലുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യം പറയാമോ? 111 സീറ്റിൽ യു.ഡി.എഫ് അല്ലേ ലീഡ് ചെയ്തത്? 111 സീറ്റിൽ യു.ഡി.എഫ് അല്ലേ ലീഡ് ചെയ്തത്? വസീഫ് അല്ലല്ലേ? വസീഫ് അങ്ങനെ പറഞ്ഞു പോലെ. ഇനി ഞാൻ പറയട്ടെ, വസീഫ് കുറെ പറഞ്ഞാണല്ലോ, ഇനി ഞാൻ പറയട്ടെ. അപ്പൊ ഈ പറയുന്ന ഈ മുഴുവൻ സിറ്റിംഗ് മന്ത്രിമാരുടെ സിറ്റി സീറ്റിൽ ബി.ജെ.പി ലീഡ് ചെയ്തു. കേരളത്തിൽ മുഴുവൻ സ്ഥലത്ത് CPM-ന്റെ വോട്ടുകൾ ബി.ജെ.പിയിലേക്ക് പോയി. പറയുന്നത് ആരാ? ഞങ്ങളാണോ? കണക്കുകൾ പറയുകയാണ്. ബി.ജെ.പിയിലേക്ക് CPM-ന്റെ സീറ്റുകൾ പോയി, വോട്ടുകൾ പോയി. എന്നിട്ട് ഇവിടെ വന്നിരുന്ന് ഉളുപ്പില്ലാതെ പറയുകയാണ് വി.ഡി. സതീശനും ബി.ജെ.പി കൂടെ ഉണ്ടാക്കിയ ധാരണയാണെന്ന്. ഇനി അങ്ങനെ അതിനിടയ്ക്ക് തൃശ്ശൂർ നടന്നൊരു സംഭവത്തെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. ശരിയാണ്, ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് തൃശ്ശൂർ സംഭവിക്കുന്നത്. പക്ഷെ അതിനകത്തൊരു സിൽവർ ലൈനിങ് ഉണ്ട് ഹാഷ്മി, ഒരു സിൽവർ ലൈനിങ് അതിനകത്തുണ്ട്. എന്താ അറിയോ? ഞങ്ങൾ 18 സീറ്റ് ജയിച്ചപ്പോഴും ഒരു സീറ്റ് ബി.ജെ.പി ജയിച്ചതിൽ ഞങ്ങളുടെ പ്രവർത്തകർക്ക് അത്ര വലിയ അസ്വസ്ഥതയുണ്ടെന്നേ. ഞങ്ങൾക്ക് പ്രവർത്തകർക്ക് അസ്വസ്ഥതയുണ്ട്. ഇവരുടെ 11 സിറ്റിംഗ് സീറ്റിലും വോട്ട് ബേസ് ഉൾപ്പെടെ ബി.ജെ.പിക്ക് പോയിട്ട് പിണറായി വിജയ നിങ്ങൾ തെറ്റാണ് എന്ന് പറയാൻ ഒരാൾക്ക് അസ്വസ്ഥതയില്ല. പകരം പിണറായി വിജയനെ ന്യായീകരിക്കാൻ വേണ്ടി യുവജന സംഘടന നേതാക്കൾ ഉൾപ്പെടെ വന്നിരിക്കുക. ഈ ബി.ജെ.പിക്ക് കേരളത്തിൽ ഇത്ര വലിയ സാന്നിധ്യം ഉണ്ടാക്കി കൊടുത്തത് നിങ്ങളുടെ ചെയ്തികളാണ് എന്ന് പറയാൻ ഒരാൾക്ക് നാവ് പോകുന്നുണ്ടോ? ഇന്ന് CPM-നെ എപ്പോഴും അനുകൂലിക്കുന്ന ബഷീർ വള്ളിക്കുന്ന് എന്ന് പറഞ്ഞൊരു പത്രപ്രവർത്തകൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. മുഖ്യമന്ത്രി സംബന്ധിച്ചൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. തെറിവിളിയാണ് അവിടെ പോയി തെറിവിളിക്കുകയാണ് കുറെ പേര്. കുറെ പാവം CPM-കാർ, കുറെ കമ്മ്യൂണിസ്റ്റുകാർ അവിടെ ഒന്ന് പറയുന്നു. ഇവിടെ സാക്ഷാൽ കൂർലോസ് പിതാവിന് രക്ഷയില്ല. പിന്നെയാണോ ഏതോ ബഷീർ? ഇവിടെ സാക്ഷാൽ കൂർലോസ് പിതാവിന് രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന അവിടെ സൈബർ മേഖലയിൽ നിൽക്കുന്ന ഇക്കാലം അത്രയും CPM-ന് വേണ്ടി ഘോരഘോരം സംസാരിച്ച് ഒരൊറ്റ തവണ മറിച്ച് പറഞ്ഞാൽ മതി. പിന്നെ രാജീവ്, പിന്നെ തെറിവിളി കൂട്ടമാണ്. എത്ര ഉദാഹരണം കാണിച്ചു തരണമെന്നറിയോ? അവരൊക്കെ പിണറായി വിജയൻ ഞങ്ങളുടെ ആളാണെന്ന് പറയുകയും ചെയ്യും. കൂർലോസ് പിതാവ് ഇന്നും പറയാണ് ഞാൻ ഇടതുപക്ഷക്കാരനാണ് അദ്ദേഹം പറയുകയാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഹാഷ്മി, പ്രശ്നം എന്താ അറിയോ? ഈ പറയുന്നവർ ഇടതുപക്ഷക്കാരാണെന്നുള്ളതല്ല പ്രശ്നം. ഈ കേൾക്കുന്ന പിണറായി വിജയനും പിണറായിസ്റ്റുകളും ഇടതുപക്ഷം അല്ലാതായിരിക്കുന്നു, തീവ്ര വലതുപക്ഷമായിട്ട് മാറിയിരിക്കുന്നു. ആ തീവ്ര വലതുപക്ഷത്തിന് വർഗീയത ഉപയോഗിക്കും. ഇവിടെ പോരാളി ഷാജിയെ തള്ളിപ്പറഞ്ഞ കഥയാ പറയുന്നത്. ഒരു കാഫിർ പ്രയോഗത്തില് വടകരയിലൊരു വിഷയം ഉണ്ടല്ലോ. ഇത്രയും ദിവസം ഇതുവരെ ആളെ കണ്ടുപിടിക്കാൻ പറ്റിയോ? നിങ്ങൾ ആരോപണം ഉന്നയിച്ചാലും DGP അടുത്തും കോടതിയിലും പോയിരിക്കുക. ഇതാരാണെന്ന് തെളിയിക്കണം. നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുന്നുണ്ടോ? ഷാഫി പറമ്പിൽ ജയിച്ചാൽ അത് വർഗീയതയുടെ വിജയമാണെന്ന് പറഞ്ഞത് എന്ത് കണ്ടുകൊണ്ടാ? ഷാഫി എവിടെയെങ്കിലും വർഗീയതക്ക് ആഹ്വാനം ചെയ്തിട്ടുണ്ടായിരുന്നോ? ഷാഫി പറമ്പിലിന്റെ പേര് കൊണ്ട് അയാൾ വർഗീയവാദി എന്ന് പറയുന്ന ദുഷിച്ച മനസ്സ് പിണറായിസ്റ്റുകൾക്ക്, ദുഷിച്ച മനസ്സ്. അപ്പുറത്ത് RSS എത്രമാത്രം ദുഷിച്ചതാണോ അതേ ദുഷിപ്പ് ഇന്ന് പിണറായി വിജയനുണ്ട്. പിന്നെ ശ്രീ പത്മകുമാറോട് പറയുകയാണ്, രാജസ്ഥാനിൽ സീറ്റ് കൊടുത്തില്ലേ, ഉത്തർപ്രദേശിൽ സീറ്റ് കൊടുത്തില്ലേ, ഡൽഹിയിൽ തമിഴ്നാട്ടിൽ സീറ്റ് കൊടുത്തില്ലേ? ഞങ്ങൾക്ക് അതിനകത്ത് അഭിമാനമുള്ളൂ. കാരണം സീതാറാം യെച്ചൂരിയെ ഞങ്ങൾ ഇപ്പോഴും ഇടതുപക്ഷമായിട്ട് കാണുന്നവരാ. സീതാറാം യെച്ചൂരി ഇപ്പോഴും രാഹുൽ ഗാന്ധിക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് വർഗീയതക്കെതിരെ പോരാടുന്നതാണ്. പിണറായി വിജയനെ പോലെ ഇ.പി. ജയരാജനെ വിട്ട് സെറ്റിൽമെന്റ് ഉണ്ടാക്കുന്ന തീവ്ര വലതുപക്ഷമല്ല യെച്ചൂരി. അവിടെ രാജസ്ഥാനിലെ CPM-നെ ഞങ്ങൾ ഇടതുപക്ഷമായിട്ട് അനുകൂലിക്കുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് സീറ്റ് കൊടുത്താൽ ഞങ്ങൾക്ക് യാതൊരു മനസ്താപവുമില്ല. ഞങ്ങൾ ഒരുമിച്ച് ഒരു സഖ്യമാണ്. ഞാൻ പറയുന്നത് പക്ഷേ ഈ CPM-ന് അവരുടെ ദേശീയ രാജീവ് പി നായർ, ഈ CPM-ന് അവരുടെ ഈ പറയുന്ന ദേശീയ എന്താ കൊതിയും ചിഹ്നവും ദേശീയ പാർട്ടി പദവിയും ഒക്കെ നിലനിർത്താൻ കോൺഗ്രസ് സഹായിച്ചു സിക്കറിൽ. അപ്പോൾ JR പത്മകുമാർ ചോദിച്ചത്, അപ്പൊ നിങ്ങൾ അവിടെ സഹായിക്കുകയും ഇവിടെ നിങ്ങൾ ഏറ്റുമുട്ടം ചെയ്യണമെന്നുള്ളതാണ്. കഴിഞ്ഞ തവണയോ
അല്ലെ ഞങ്ങൾ സഹായിക്കുന്നേ. വസീഫെ സിക്കറിൽ ജയിച്ചത് എങ്ങനെയാണ്? കൊണ്ടാണ് ഇന്ന് സിക്കറിൽ ജയിച്ചെങ്ങനാ? അല്ല, സിക്കറിലല്ല, രാജസ്ഥാനിൽ ബാക്കി സ്ഥലത്തും ഞങ്ങൾക്ക് സീറ്റ് ഇട്ടിരുന്നു ആഷ്മി. ഒരു സിക്കറിലുള്ളതിന് ബാക്കി സ്ഥലത്തും ഞങ്ങളുണ്ട് ആഷ്മി. അതുകൂടി ചോദിക്ക്. ഇതാ ഞാൻ പറഞ്ഞത്. വസീഫെ ഇവിടെ സിക്കറിൽ CPM താലത്തിൽ വെച്ചെന്ന സീറ്റാ നിങ്ങൾക്ക്. സിക്കറിൽ മാത്രമല്ല, അവിടെ കോൺഗ്രസ് ഇവിടെ താലത്തിൽ വെച്ചെന്ന സീറ്റാ. എവിടെ എന്ത് ബൽവാൻ പുനിയ? എന്ത് ബൽവാൻ പുനിയ? കഴിഞ്ഞ സിക്കറിൽ CPM വോട്ടെത്ര? 2019 ലക്ഷത്തിലധികം വോട്ട് പിടിച്ചിട്ടുണ്ട്. സിക്കറിൽ 2019 CPM വോട്ടെത്ര വസീഫെ? സിക്കറിൽ 2019 CPM വോട്ടെത്ര? സിക്കർ ഒരു മുന്നണി ധാരണ പ്രകാരം അല്ല, ഞാൻ പറയാം ആഷ്മി. സിക്കറിൽ 2019 വോട്ടെത്ര? കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് 2 MLA-മാരുണ്ട് രാജസ്ഥാനില്. സർ, സിക്കറിൽ 2019 വോട്ടെത്ര? 2 MLA-മാരുണ്ട് അവിടെ. സിക്കറിൽ 2019 വോട്ട് അറിയോ? 2014 വസീഫെ കണക്ക് പറയുകയാണെങ്കിൽ സിക്കറിൽ 2019 CPM വോട്ടെത്ര? രാജസ്ഥാനിലെ 4 വണ്ട്. അല്ല, ഞാൻ പറയാം. സിക്കറിൽ 2019 അമ്രാറാമിന്റെ വോട്ടെത്ര? രാജസ്ഥാനിൽ എനിക്ക് പറയാനുള്ള സിക്കറിൽ 2019 അമ്രാറാമിന്റെ വോട്ടെത്ര? ആഷ്മി, ഞാൻ പറയാം പറയൂ അറിയാമെങ്കിൽ പറയൂ. അല്ല, ഞാൻ പറയാം പറയൂ. സിക്കറിൽ മാത്രമല്ല അല്ല, ജയിച്ച സിക്കറിലാണല്ലോ. അല്ല, ജയിച്ചത് സിക്കറിലാണല്ലോ. അല്ല, ജയിച്ചതിൽ സിക്കറിലാണല്ലോ സാർ. ഞാൻ പറയാം ആഷ്മി. രാജസ്ഥാനിലെ ദുംഗാഗ്ര എന്ന മണ്ഡലത്തിൽ ഞങ്ങൾക്കുള്ള വോട്ട് എത്രയെന്നറിയോ? സർ, ജയിച്ചത് സിക്കറിലാണോ വസീഫ്? മണ്ഡലത്തിൽ അടുത്ത മണ്ഡലത്തിൽ എത്രയെന്നറിയോ? ജയിച്ചത് സിക്കറിലാണോ വസീഫ്? മണ്ഡലത്തിൽ 72,000. ജയിച്ചത് സിക്കറിലാണോ വസീഫ്? അങ്ങനെ സിക്കറിൽ 2019 എത്രയാണ് CPM കിട്ടിയ വോട്ട് എത്രയാണെന്നറിയോ? ഒരു സംസ്ഥാനത്താകെ അലയൻസ് ഉണ്ടാക്കുമ്പോ 2019 സിക്കറിൽ CPM കിട്ടിയ വോട്ട് 31,000. 2019 സിക്കറിൽ CPM കിട്ടിയ വോട്ട് എത്ര? അമ്രാൻ കിട്ടിയ വോട്ട് എത്ര? 31,000. ഇത്തവണ എത്ര? 6,71,000 ചില്ലുവാനും. 2019 കോൺഗ്രസിന്റെ വോട്ട് എത്രയാ? 4,74,000-ലധികം. ബാക്കി ഇവര് അതുകൊണ്ട് കോൺഗ്രസിന് സഹായമില്ല ജയിച്ചെന്ന് പറഞ്ഞാലേ അവിടെ. നമ്മുടെ തർക്കവിഷയമല്ല. കോൺഗ്രസിന് സഹായമുണ്ടോ ഇല്ല എന്നുള്ള CPM-ന് സഹായം അങ്ങോട്ടുമുണ്ട്. ഓക്കെ, രാജു കോൺഗ്രസിന് അങ്ങോട്ടും സഹായമുണ്ട് ആഷ്മി. രാജു ഈ രാജസ്ഥാനിൽ നമ്മുടെ വിഷയം അതല്ല. ഞാൻ പത്മകുമാർ ചോദിച്ചത് രാജുവിനോട് ചോദിച്ചേ ഉള്ളൂ. വസീഫ് അരുതരുത്. വസീഫെ പത്മകുമാർ പറയുന്നു. വെള്ളം വെക്കല്ലേ? അവിടെ പത്മകുമാർ പറയുന്നു ഇവിടെ CPM-ന്റെ ഈ പറഞ്ഞ ദേശീയ പാർട്ടി പദവിയും മുന്നണി ഉണ്ടാക്കാത്തിടത്ത് വസീഫ് എന്താണ് ഇങ്ങനെ തുടക്കം മുതൽ ഇങ്ങനെ? ഇവിടെ പ്രശ്നം എന്താണ്? ഒന്ന് കേൾക്കൂ സാർ, ഒന്ന് കേൾക്കൂ. അലമ്പാക്കല്ലേ വസീഫെ, പ്ലീസ്. അലമ്പാക്കല്ലേ വസീഫെ, ചർച്ച കുളമാക്കല്ലേ പ്ലീസ്. എന്റെ ചോദ്യം എന്താണ്? ഞാൻ ഒന്നും ഉദ്ദേശിച്ചില്ല. താങ്കൾ മതിയായ സമയമെടുത്ത് 11 മണ്ഡലങ്ങളിലെ കാര്യങ്ങൾ പറഞ്ഞു. രാജു പി നായർ സംസാരിക്കുകയാണ്. ഞാൻ രാജു പി നായർ ചോദിക്കുന്നു. ശ്രീ രാജു പി നായർ ജയ പത്മകുമാർ വസീഫ് എന്തായത് ഞങ്ങൾക്ക് വരുമല്ലോ. ഞാൻ രാജു പി നായരോട് ചോദിക്കുന്നു. ശ്രീ JR പത്മകുമാർ പറയുന്നു CPM അതിന്റെ ദേശീയ പാർട്ടി പദവി നിലനിർത്തിയത് കോൺഗ്രസിന്റെ സഹായത്തോടെയാണല്ലോ. ഇവിടെ തർക്കിക്കേണ്ടതുണ്ടോ രാജു പി നായർ? അതിൽ കയറി കടിക്കല്ലേ വസീഫെ? രാജു പി നായർ. ശ്രീ പത്മകുമാർ അതിനുള്ള മറുപടി വളരെ ക്ലിയർ ആണ്. തെറ്റാണ്. ഞങ്ങൾ CPM-ന് മറ്റു സ്ഥലത്ത് സീറ്റ് കൊടുത്ത് അവരുടെ ദേശീയ പാർട്ടി പദവി നിലനിർത്താൻ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അത് മുന്നണി മര്യാദയാണ്. ഞങ്ങൾ മുന്നണിയിൽ ഞങ്ങൾ കൂടെയുള്ളവരെ ശക്തിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ കേരളത്തിൽ നിങ്ങളുടെ ബി ടീമാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ കാര്യം. അല്ല, ഞാൻ പറയട്ടെ അങ്ങനെ സംശയം ഞാൻ മറുപടി പറഞ്ഞു തീർക്കട്ടെ. ഞങ്ങളുടെ പോരാട്ടം വർഗീയതയോടാണ്. ഞങ്ങളുടെ വർഗീയതക്കെതിരെയുള്ള പോരാട്ടത്തിൽ കേരളത്തിൽ BJP-യുടെ അടുക്കളയിലിരിക്കുന്ന CPM-നെ ഒഴിച്ചു നിർത്താൻ പറ്റില്ല. അതാ ഞാൻ പറഞ്ഞത്. കേരളത്തിൽ CPM അല്ല, പിണറായിസ്റ്റാണ്. നിങ്ങൾ പിന്നാമ്പുറത്തിരുന്നുണ്ടാക്കുന്ന ഡീലുകൾ, കോൺഗ്രസിനെ തകർക്കാൻ വേണ്ടി നിങ്ങൾ ഉണ്ടാക്കുന്ന ഡീലുകൾ, ഇന്ത്യ മുന്നണിയുടെ കങ്കാണിയാണ് പിണറായി വിജയൻ. പിന്നിൽ നിന്ന് ഊത്തുന്ന കങ്കാണി. ആ കങ്കാണിപ്പണം മേടിച്ചവരാണ്. ആ പിണറായി വിജയനെ ഞങ്ങൾ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കും. CPM-നല്ല,
പിണറായി വിജയനാണ് ആക്രമിക്കുന്നത്. ഓക്കെ, ആ ഓക്കെ. പിണറായി വിജയനെ പരാജയപ്പെടുത്തും. ശരി. കാരണം ഞാൻ പറഞ്ഞില്ലേ, മതേതരത്തിന് പിന്നിൽ നിന്ന് കുത്തുന്ന ആളാണ്. അതല്ലെങ്കിൽ ഒരു സെക്കൻഡ്, അതല്ലെങ്കിൽ കേരളത്തിലെ തിരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിന് പുറത്ത് ഒരു സ്ഥലത്ത്, ഒരൊറ്റ സ്ഥലത്ത് ഈ വസീഫ് ഡിവൈഎഫ്ഐയുടെ നേതാക്കന്മാര്, വസീഫ് ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് റഹീമോ ഉൾപ്പെടെയുള്ള ഒരാൾ പോലും കേരളത്തിന് പുറത്തേക്ക് പ്രചരണത്തിന് പോയിട്ടില്ല. മുഖ്യമന്ത്രി തീർത്തും പോയില്ല. മുഖ്യമന്ത്രിയും റിയാസും കൂടി വിദേശ പര്യടനത്തിന് പോയി. ഈ രാജ്യത്ത് കേരളത്തിന് പുറത്ത് ബി.ജെ.പിക്കെതിരെ പ്രവർത്തിച്ച ഒരൊറ്റ CPM രാജസ്ഥാനിൽ പോയിട്ട് സിക്കറിൽ പ്രവർത്തിച്ച ഒരു CPM കാരനെ പറ, ഒരൊറ്റ CPM കാരനെ പറ സിക്കാറിൽ പോയിട്ട്. കേരളത്തിൽ നിന്ന് പോയാൾ യെച്ചൂരിയെ വിടൂ. യെച്ചൂരി ഞങ്ങൾ അതിന് ബഹുമാനം കൊടുത്തു നിൽക്കുന്ന നേതാവാ. പക്ഷെ പിണറായി വിജയൻ അതല്ല. കേരളത്തിന് പുറത്ത് ബി.ജെ.പിക്കെതിരെ പ്രവർത്തിച്ച ഒരൊറ്റ നേതാവിന്റെ പേര് പറയാം. ഇത് പറയും.